നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്ക് ചെമ്പകമംഗലത്തുനിന്ന് പോണമെങ്കിൽ എത്ര രൂപ കോമ്പൻസേഷൻ വേണം? അത് പറയേ. എന്ത് വേണമെങ്കിലും തരാം. നിങ്ങക്ക് തെറ്റുപറ്റി മുത്തശ്ശി. കാർത്തിയുടെ ഭാര്യയായി ഞങ്ങളുടെ കൊച്ചു മരുമകളായി നീ ഇവിടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് നീ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തത്. കാർത്തി നിന്നെ ഉപേക്ഷിച്ചതോ ഞങ്ങളെല്ലാം കൂടെ നിന്നെ പടികർക്ക് വിട്ടതോ അല്ല. നീ നിന്റെ പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് മനഃപൂർവ്വം കടന്നു കളഞ്ഞതാ ഒരു കാമകന്റെ കൂടെ. കാർത്തികന്റെ മനസ്സിൽ നിന്ന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ആ ഷോക്കിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഒരു പെൺകുട്ടി തയ്യാറായി, ഞങ്ങളുടെ മീനാക്ഷി. മീനാക്ഷിയെ കാർത്തിക് കല്യാണം കഴിച്ചു. അവരിപ്പോ ഭാര്യാഭർത്തക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കുക. നീ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന ഒരു ശുദ്ധഗതിക്കാരന് ഞങ്ങളുടെ കൊച്ചുമകൻ കാർത്തി. ദയവായി അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി മാറരുത്. നീ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഡിവോഴ്സ് കൊടുത്ത് നീ തിരികെ പോണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. ഇവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാ എനിക്കും ആഗ്രഹം. ഇതെന്താ നീ കൗൺസിലറുടെ മുമ്പിൽ പറയാതിരുന്നത്? ഞാൻ അവിടെ എന്റെയും എന്റെ കുട്ടിയുടെ കാര്യവും മാത്രമാ സംസാരിച്ചത്. കൂടാതെ വീട്ടിലുള്ളവർക്ക് ഞാൻ കാർത്തിയുമായിട്ട് ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്നതും ഇഷ്ടമല്ലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ കാർത്തിയായിട്ട് ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്നത് എന്തിനാ? കാർത്തി വേറെ വിവാഹം കഴിച്ചവനാ. അവന് മറ്റൊരു കുടുംബമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവളെവിടെ കേട്ട് താമസിപ്പിച്ചതിന്റെ അബദ്ധം? അല്ല, അതിന് നീ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്തില്ലേ? അതെന്റെ മനുഷ്യത്വം. ഇപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യത്വത്തിനും കിട്ടും 8ന്റെ പണി. ദേ, നിന്നോട് സഹതാപം കാണിച്ച കാർത്തികനും ഇപ്പൊ നിന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയേ പറ്റൂ. എനിക്കും അറിയാം കാർത്തികൻ എന്നെ ഇഷ്ടമല്ലാന്ന്. എനിക്കും ഇവിടെ താമസിക്കാൻ താല്പര്യവും ഇല്ല. എന്റെ കുട്ടിയെങ്കിൽ തന്നേക്ക്, ഞാൻ പോയേക്ക്. കുട്ടിയെ കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട. കുട്ടിയെ ഞങ്ങൾ തരില്ല. ഉറപ്പാണോ? എന്താണ് ഇത്ര സംശയം? നീ ഇവിടെ കിടന്ന് എന്തൊക്കെ വെല്ലുവിളി നടത്തിയാലും കുട്ടിയെ ഞങ്ങൾ തരില്ല. അതിനുവേണ്ടി നീ വേലി കായും വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മീഡിയയുടെ മുമ്പിൽ പോയി എല്ലാം പറയും. ACP ആയ എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നു. എന്റെ കുട്ടിയെ കാണാനോ അതിന് മുലപ്പാല് കൊടുക്കാനോ എന്റെ ഭർത്താവും അയാളുടെ വീട്ടുകാരും സമ്മതിക്കുന്നില്ലെന്നും ഞാൻ പറയും. ഇനി നിനക്ക് മാപ്പില്ല. നിന്നെ ഇന്ന് ഞാൻ നിക്ക് മുടിയാട്ടവും കലിയാട്ടവും ഒന്നും വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കയ്യില് ഞാൻ കുട്ടിയെ മുലയൂട്ടണമെന്ന് പറഞ്ഞതിന് തെളിവുണ്ട്. അത് ഞാൻ മീഡിയയിൽ കാണിക്കും. ഇനി നിങ്ങൾക്കതിന്റെ കോപ്പി കാണണമെങ്കിൽ നിങ്ങളെ ഞാനത് കാണിക്കാം. ഇതാ കണ്ടോ? നിന്നോട് സിമ്പതി കാട്ടിയതിന് എന്റെ കൊച്ചുങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടണം. അത് പോട്ടെ, നിനക്ക് ചെമ്പകമംഗലത്തുനിന്ന് പോണമെങ്കിൽ എത്ര രൂപ കോമ്പൻസേഷൻ വേണം? അത് പറയേ. എന്ത് വേണമെങ്കിലും തരാം. നിങ്ങക്ക് തെറ്റുപറ്റി മുത്തശ്ശി. പണം തന്നെ വിലക്ക് വാങ്ങാന്ന് നിങ്ങൾ ആരും കരുതണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടത്?
അത് നല്ലൊരു ചോദ്യ. നിനക്കെന്താ വേണ്ടത്? എനിക്ക് എന്റെ കുട്ടിയെ വേണം. അവളുടെ അമ്മ എന്ന സ്ഥാനം മറ്റാരും ഏറ്റെടുക്കാൻ പാടില്ല. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ ഒരു മുറിയിൽ എന്റെ കുട്ടിയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചോളാം. ഇത് പകയോ പ്രതികാരോ ഒന്നുമല്ല, ഒരു അമ്മയുടെ അവകാശമാണ്. നിങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ മോളുമായിട്ട് ഇവിടുന്ന് പോവാൻ എന്നെ അനുവദിക്കണം. ഇതെന്റെ തീരുമാനം. ഈ തീരുമാനം ഞാൻ മാറ്റില്ല. നിങ്ങൾ ആലോചിച്ച് സമയമെടുത്ത് മറുപടി പറഞ്ഞാൽ മതി. വൈശാഖേ, മൈഥിലി, നിന്നെ ഇങ്ങനെ എനിക്ക് അടുത്ത് കിട്ടുമ്പോ എന്ത് സന്തോഷമാണെന്നറിയോ? സത്യം പറഞ്ഞ ഇങ്ങനൊരു അവസ്ഥയിലാ എനിക്ക് നിന്നോടുള്ള പ്രണയം അതിര് കവിയുന്നത്. ഞാൻ നിന്നെ വിളിച്ചതേ പ്രണയ കവിത രചിക്കാനൊന്നും അല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നുവെച്ചാ പ്രണയവും വേണ്ടേ മൈഥിലി? എന്നുവെച്ചാ ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. അത് നീ മറന്നുപോകരുത്. എടാ, ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നീ ചോദിച്ചില്ലല്ലോ, അതൊക്കെ നിനക്ക് അറിയണ്ടേ? അറിയണം. അതിനും കൂടിയല്ലേ ഞാൻ വന്നത്. നീ പറയ്. പറയാം. വൈകമുളെ തരാതെ ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ഇറങ്ങില്ല. എന്നെ ഇവിടെ നിർത്തിയ കുഞ്ഞിനെ നിങ്ങൾക്കും കാണാം. ഇല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാനങ്ങ് പോവും. എനിക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. എന്താ വൈശാഖ? നീ എന്തിനാ കാർത്തികിന്റെ ഭാര്യയായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞത്? അത് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.